കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നിധിയും സുധീഷും കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് സുധീഷ് പറയും ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കാറ് ഒരു സൈഡിൽ നിർത്തും. അപ്പോൾ സുധീഷ് പറയും നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് ചായ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും സുധീഷ് ഇറങ്ങും. അപ്പോൾ നിധി പറയും വേണ്ട ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിൽക്കും. അപ്പോൾ സുധീഷ് പറയും നീ വരണ്ട, ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ചായ വാങ്ങിക്കാനായിട്ട് പോകും. അങ്ങനെ ചായയുമായി സുധീഷ് കാറിലോട്ട് വരും. അങ്ങനെ സുധീഷും നിധിയും കാറിലിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഗംഗാധരൻ എന്നോട് പറയുന്നുണ്ട് ഭാസ്കരന് ഈ വീട് എൻ്റെ പേരിൽ അച്ഛൻ എഴുതി തന്നതാണെന്ന്. ആ കാര്യം സുധീഷ് കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കും. സുധീഷ് നിധിയോട് പറയുന്നുണ്ട് ആ വീടുമായി എനിക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അവർ എപ്പോഴും പറയാറുണ്ട് ഇത് നിങ്ങളുടെ വീടല്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന്. എന്നിട്ടും ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അവിടെ പിടിച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വീട് സീല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ഇതിലേറെ വീടിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത് സുഭാഷ് ഏട്ടനായിരിക്കും. സുഭാഷ് ഏട്ടൻ ഇതെങ്ങനെ താങ്ങുമെന്ന് അറിയുന്നില്ല. ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം ആ വീട്ടിലല്ലേ. വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി. പക്ഷേ ആ വീട് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന് കരുതി മനസ്സിൽ. പക്ഷേ അതിനൊന്നും സാധിക്കില്ലല്ലോ എന്ന് സങ്കടത്തോടു കൂടി നിധിയോട് സുധീഷ് പറയാണ്. നിധി പറയും ആ വീട് സ്വന്തമാക്കാൻ പറ്റും, അച്ഛൻ പറയുന്നുണ്ടല്ലോ അത് എൻ്റെ വീടാണെന്ന്. പക്ഷേ ആൻറ്റിയും അതുപോലെ അങ്കിളും പറയുന്നു ഇത് 3 പേർക്കുള്ള വീടാണെന്ന്. അപ്പോൾ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതോ അത് അച്ഛൻ്റെ പേരിലാണോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. എങ്കിൽ അത് ആരുടെ പേരിലാണ് ആ വീടെന്ന് മനസ്സിലാക്കാം, അതോ അവരുടെ 3 പേരിലോ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിധി സുധീഷിന് പറഞ്ഞു കൊടുത്തു. പറയുന്നുണ്ട് അതിൻ്റെ ആധാരം കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അച്ഛൻ്റെ പേരിലാണോ അതോ അവരുടെ 3 പേരിലാണോ എന്ന്. അച്ഛൻ്റെ പേരിലാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ സാധിക്കില്ലെന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് അതിന് അയാൾ കുറേ കാലം ജയിലിലും അതുപോലെ കുറേ കാലം വേറെ കല്യാണം കഴിച്ചും അങ്ങനെ പോയില്ലേ, പിന്നീട് കുറച്ച് കാലം മാത്രമേ നമ്മളുടെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. ഇത് പറയുന്നുണ്ട് അതിൻ്റെ ആധാരം എവിടെയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അത് അച്ഛൻ്റെ പേരിലാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് 3 പേരുടെ പേരിലാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറയുകയാണ്. എങ്കിൽ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. പിന്നീട് കാണിക്കുന്നത് ഭാസ്കരനെയാണ്. ഭാസ്കരൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഭാസ്കരൻ്റെ വീടും ഗേറ്റും അതുപോലെ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. അതുപോലെ വീടിൻ്റെ ഗേറ്റിന്മേൽ സീൽ ചെയ്തിട്ടും ഉണ്ടാകും. അത് കാണുമ്പോൾ ഭാസ്കരന് ആകെ സങ്കടം വരികയാണ്. അവിടെ നിന്നും ഒരു കല്ലെടുത്ത് ഗേറ്റിൻ്റെ ഇത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിലൂടെ സുഭാഷ് പോകുന്നത്. ഇത് ഭാസ്കരൻ ഇത് കാണിക്കുന്നത് സുഭാഷ് കാണും. സുഭാഷ് പെട്ടെന്ന് ചെന്ന് ഭാസ്കരനെ പിടിച്ചു മാറ്റും. അപ്പോൾ ഭാസ്കരൻ പറയും എന്നെ വിടടാ, ഞാനിതൊന്ന് തുറക്കട്ടെ എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും അച്ഛാ അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയും. അപ്പോഴായിരിക്കും അതിലൂടെ ലളിത പോകുന്നുണ്ടാകും. അപ്പോൾ അവരുടെ അടുത്തോട്ടേക്ക് ഓടിച്ചെല്ലും. ലളിത പറയും എന്താ നിങ്ങളെ പോലീസുകാർ സീൽ ചെയ്ത വീടാണോ കൊട്ടി തുറക്കുന്നത്, ഞാൻ പോലീസിനെ വിളിച്ച് പറയും നിങ്ങളെ 2 പേരെയും പോലീസ് കൊണ്ടുപോകും എന്നൊക്കെ ലളിത അവരോട് പറയണം. അപ്പോൾ സുഭാഷ് പറയും ഞാൻ അച്ഛനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്, അച്ഛനാണ് പൂട്ട് പൊളിക്കാൻ നോക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി പറയും നീ വിളിക്കടി, നീ വിളിച്ച് പോലീസിനെ വിളിച്ച് വരുത്തടി എന്നൊക്കെ പറയാണ്. അപ്പോൾ ലളിതയുടെ കയ്യിലുള്ള ഫോൺ എടുത്ത് വിളിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഭാസ്കരൻ അത് വാങ്ങിച്ച് വലിച്ചെറിയും. എന്നിട്ട് ലളിത ആ ഫോൺ എടുക്കാൻ ഓടും. ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി ലളിതയോട് പറയും ഇത് എൻ്റെ പേരിൽ അച്ഛൻ എഴുതി തന്ന വീടാ, നീയും നിൻ്റെ ഏട്ടനും കൂടെ എൻ്റെ അടുത്ത് നിന്നും ഇത് തട്ടിയെടുക്കാൻ ശ്രമിക്കില്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ വേറെ സ്ഥലവും കാര്യങ്ങളും എല്ലാം തന്നിട്ടില്ലേ എന്ന് പറയണേ. അപ്പോൾ ലളിത പറയുന്നുണ്ട് എന്തൊക്കെയാടാ നീ പറയുന്നത്, ഇത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട വീടാണെന്ന് പറയുകയാണ് ലളിത. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് നിനക്കെന്താടി ഒരു മനസാക്ഷി പോലും ഇല്ലേ, എന്നെയും എൻ്റെ മക്കളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ. അപ്പോൾ ലളിത പറയുന്നുണ്ട് ഏട്ടന് അവകാശപ്പെട്ട വീടല്ല ഇത് 3 പേർക്കും അവകാശപ്പെട്ടതാണെന്ന്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് എന്ത് ഞാൻ ഏട്ടനെന്നോ, നിനക്ക് അങ്ങനെയൊക്കെ വിളിക്കാൻ കഴിയുമോ, നിനക്കൊരു മനസാക്ഷി പോലും ഇല്ലാത്തവളല്ലേ എന്ന് പറയാണ്. അപ്പോൾ ഭാസ്കരൻ്റെ കയ്യിലുള്ള കല്ല് വെച്ചിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട് ഇത് വെച്ചിട്ട് നിൻ്റെ തലയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാണടി വേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ലളിത പറയുന്നുണ്ട് പൊട്ടിച്ച് അതിൻ്റെ പേരിലും കൂടെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം, എന്നിട്ട് നിന്നെ ഇവിടെ നിന്നും പോലീസ് കൊണ്ടുപോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലളിത ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് അമ്മായി വിളിക്കല്ലേ, ദയവ് ചെയ്ത് വിളിക്കല്ലേ, അച്ഛന് സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണെന്ന് പറയുകയാണ്. അപ്പോഴും അതൊന്നും കേൾക്കാതെ ലളിത ഫോൺ എടുത്ത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ലളിത പറയുന്നുണ്ട് ഈ ഒരു തവണത്തേക്ക് ഞാൻ ഇത് വിട്ടിട്ടുണ്ട്, ഇനി എന്തെങ്കിലും വന്നാൽ ഉറപ്പായിട്ടും ഞാൻ
പറയും എന്ന് പറയാണ്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് നീ വിളിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ലളിതയെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ഭാസ്കരൻ. സുഭാഷ് പറയുന്നുണ്ട് ഞാൻ അച്ഛനെയും കൊണ്ട് ഇവിടെ നിന്നും ഇപ്പം തന്നെ പോകാമെന്ന് പറയണം. അപ്പോൾ ലളിത പറയുന്നുണ്ട് പെട്ടെന്ന് കൊണ്ടുപോടാ ഇയാളെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഭാസ്കരനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ലളിത പറയുന്നുണ്ട് ഇവനൊക്കെ എന്താണ് ആൾ വീടിന് സീല് വെച്ചതാണ്, എന്നിട്ട് അവിടെ വന്ന് കൂട്ട് പൊളിക്കാനാണ് ശ്രമിക്കുന്നത്, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ലളിത പറയാണ്. അങ്ങനെ ഭാസ്കരനെയും കൊണ്ട് സുഭാഷ് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെയും അതുപോലെ നിധിയെയും ഹരീഷിനെയും നികേഷിനെയും ആണ്. അവർ കാറിലിരിക്കുമായിരിക്കും. അപ്പോൾ നികേഷ് ചോദിക്കും എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയതെന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും നമ്മുടെ വീട് തിരിച്ച് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നികേഷ് പറയും അവിടെ റൂമിൽ ഞാൻ ഉറങ്ങുമായിരുന്നു, എന്നിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് ഒരു ആവശ്യമില്ലാതെ വിളിച്ച് വരുത്തിയിരിക്കുക. അപ്പോൾ സുധീഷ് പറയും വീടിലോട്ട് നീ തിരിച്ച് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും മിണ്ടാതെ എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും നിങ്ങൾ എന്താണ് അത് നമ്മളുടെ വീടെന്നോ എപ്പോഴും പറയാറുണ്ടല്ലോ, അത് നമ്മളുടെ വീടല്ല, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അവിടെ പുച്ചിക്കാറുണ്ടല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്ന് പറയാണ് നികേഷ്. അപ്പോൾ നീ ഒന്നും മിണ്ടാതെ നിൽക്കുമെന്ന് പറയാണ്. നികേഷ് ഹരീഷിനോട് പറയും ഇയാൾക്ക് ആ വീട് പറ്റില്ലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്ന് പറയാണ്. അപ്പോൾ ഹരീഷും പറയുന്നു അതേ എന്ന് പറയാണ്. സുധീഷ് നിധിയോട് പറയും നിധി നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയാം. അപ്പോൾ നിധി നികേഷിനോടും ഹരീഷിനോടും പറയും ആ വീട് നമുക്ക് ആണെന്ന് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ പേരിലാണെന്ന് പറഞ്ഞു, അത് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നികേഷ് പറയും അതെങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ ഹരീഷ് പറയും അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിട്ടുള്ളതെന്ന് നികേഷിനോട് ഹരീഷ് പറഞ്ഞ് മനസ്സിലാക്കും. സുധീഷ് പറയും അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഹരീഷ് പറയും അത് നമ്മൾ ചോദിച്ചാൽ എങ്ങനെ അവർ പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും അത് അവരെ കൊണ്ട് പറയിപ്പിക്കണം, അതിന് ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയും സുധീഷ് ഹരീഷിനോട്. ഹരീഷിനോടും നികേഷിനോടും പറയും നമ്മൾ അവരോട് ചോദിക്കണം, പക്ഷേ അവരോട് ചോദിക്കുന്നത് നമ്മളല്ലെന്ന് അവർക്ക് മനസ്സിലാവരുത്. നികേഷ് പറയും അത് എങ്ങനെ നമ്മളാണ് ചോദിക്കുന്നത്, അവർക്ക് എങ്ങനെ മനസ്സിലാവാതിരിക്കും. അപ്പോൾ സുധീഷ് പറയും ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലടാ. അപ്പോൾ നികേഷ് പറയും എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം. അപ്പോൾ സുധീഷ് ഹരീഷിനോട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ ചോദിക്കും. അപ്പോൾ ഹരീഷ് പറയും എനിക്ക് മനസ്സിലായി, അവരുടെ അടുത്തോട്ടേക്ക് ചെന്ന് മുഖം മറച്ച് അവരോട് ഭീഷണിപ്പെടുത്തി ചോദിക്കുക അതല്ലേ എന്ന് പറയാം. അപ്പോൾ സുധീഷ് പറയും അത് തന്നെ എന്ന് പറയും. സുധീഷ് പറയും സൂപ്പറാണ് ഹരീഷ്, നീ പറഞ്ഞത് തന്നെ, നിനക്ക് വേഗം മനസ്സിലായല്ലോ നികേഷ്, നീ അത് കണ്ട് പഠിക്കുക എന്ന് പറയാം. അപ്പം നിധി പറയും ഒന്നും മിണ്ടാതെ നിൽക്ക്. നികേഷ് പറയും എങ്കിൽ നിങ്ങൾക്ക് ഹരീഷേട്ടനെ മാത്രം വിളിച്ചാൽ പോരായിരുന്നു എന്ന് പറയാം. അപ്പോൾ നിധി പറയും മിണ്ടാതെ നിൽക്ക്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിധി പറഞ്ഞു കൊടുത്തതിന് ശേഷം നിധി പറയും നിങ്ങൾ നല്ലോണം കെയർഫുൾ ആയിരിക്കണം. നികേഷ് പറയും ഞങ്ങൾ സൂപ്പറായിട്ട് ചെയ്തിട്ട് വരാമെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും നിങ്ങളെ ഒരു കാരണവശാലും അവർക്ക് മനസ്സിലാവരുതെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും അതിൻ്റെ വണ്ടിയുടെ ബാക്കിലുണ്ട് മുഖംമൂടി, അതെടുത്ത് മുഖം മറിച്ച് അങ്ങനെ അവർ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഹരീഷ് പറയും എനിക്ക് വെള്ളം മതിയെന്ന് പറയും. അപ്പോൾ നികേഷ് പറയും എനിക്ക് വെള്ളം മതിയെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തല്ലു കൂടാൻ തുടങ്ങും. അപ്പോൾ സുധീഷ് പറയും എന്താ നിങ്ങൾ ചെറിയ കുട്ടികളെ പോലെ തല്ലു കൂടുന്നത്, ഏതെങ്കിലും ഒന്ന് എടുത്തിട് എന്ന് പറയും. ഡ്രസ്സെല്ലാം ഇട്ടതിന് ശേഷം നികേഷ് പറയും ഇതെന്താ ഇട്ടിട്ട് ചൊറിയണേ എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് പൊന്തിക്കും. അപ്പോൾ സുധീഷ് പറയും എടാ അതൊന്ന് താത്ത് എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും ഇത് ഇട്ടിട്ട് ചൊറിയുന്നു. അപ്പോൾ സുധീഷ് പറയും നീ അവരുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ മാന്തിയാലേ അവർക്ക് നിന്നെ മനസ്സിലാകും. അപ്പോൾ സുധീഷ് നിധിയോട് പറയും ഇതെല്ലാം നടക്കുമെന്ന് പറയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട് അതെല്ലാം നടക്കും. നിധി സുധീഷിനോട് പറയണേ അവർ പോകാൻ നേരം അവരെ മൂഡ് ഓഫ് ആക്കല്ലേ എന്ന് പറയണേ. എന്നിട്ട് നിധി ഹരീഷിനോടും നികേഷിനോടും ചോദിക്കണം നിങ്ങൾ റെഡി അല്ലേ എന്ന് ചോദിക്കുക. അപ്പം അവർ പറയുന്നുണ്ട് ഞങ്ങൾ റെഡിയാണ്. അപ്പോഴാണ് ഗംഗാധര മേനോനെ സുധീഷ് കാണുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയും അതാ വരുന്നുണ്ട്, നിങ്ങൾ റെഡിയായി നിന്നു എന്ന് പറയണം. എന്നിട്ട് സുധീഷ് ഫോൺ എടുത്തിട്ട് നികേഷിൻ്റെ ഫോണിലോട്ട് അടിക്കും. എന്നിട്ട് പറയും നികേഷ് ഫോൺ എടുക്കും. ഫോൺ എടുത്തതിന് ശേഷം സുധീഷ് ഹലോ ചോദിക്കും. അപ്പോൾ നികേഷ് ഹലോ ചോദിക്കും. അപ്പോൾ നികേഷ് പറയും എന്തിനാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഫോണിലോട്ട് അടിച്ചതെന്ന് ചോദിക്കും. അപ്പം സുധീഷ് പറയും നിങ്ങൾ ഫോൺ കട്ട് ചെയ്യരുത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഫോണിലൂടെ കേൾക്കണം. ഹരീഷ് പറയും അപ്പം നിങ്ങൾ റെഡി അല്ലേ പോയിക്കോ എന്ന് പറയാം. അപ്പോൾ നികേഷ് പോകാമെന്ന് പറയാം. അപ്പോൾ സുധീഷ് പറയും നികേഷ് എന്ന് വിളിക്കല്ലേ, അവരുടെ മുന്നിൽ ചെന്ന് നികേഷ് എന്ന് വിളിച്ച പ്ലാൻ പൊളിയെന്ന് പറയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നികേഷും അതുപോലെ ഹരീഷും